പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയതിനെ തുടർന്ന് അതിനിടയിൽ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നത്. തുർക്കി നാവികസേനയുടെ TGC ബുയൂക്കടയാണ് പാകിസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കപ്പൽ എത്തിയത് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാലും കപ്പൽ ഇപ്പോൾ കറാച്ചി തീരം തൊട്ടതിനെ സംബന്ധിച്ച് നിരവധി പ്രചാരണങ്ങൾ, വിമർശനങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങളും പാകിസ്ഥാനിലെത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കപ്പലും എത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പടക്കോപ്പുകളുമായിട്ടാണ് തുർക്കി വിമാനം എത്തിയത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തുറമുഖത്ത് തുർക്കി നാവികസേനയുടെ കപ്പൽ വന്നു ചേർന്നതായി പാകിസ്ഥാൻ നാവികസേന സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനാണ് തുർക്കി കപ്പലിനെ തുറമുഖത്ത് സ്വീകരിച്ചത്. ഇക്കാര്യം ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ. പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്ര, കര, വ്യോമമാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുത് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കുകളുണ്ട്. ദേശസുരക്ഷയും പൊതു താൽപര്യവും അനുസരിച്ചിട്ടാണ് നീക്കമെന്നും ഉത്തരവിലുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള വ്യാപാരത്തിന് ഇന്ത്യ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിലാണ് നീക്കം. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് പാകിസ്ഥാൻ മന്ത്രിമാർ ഇടയ്ക്കിടെ പറയുന്നത്. വിഷയം അന്തർദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയെന്നാണ് ഇന്ത്യൻ നിഗമനം. സിന്ധു നദീജലം തടസ്സപ്പെടുത്തി ഇന്ത്യ നിർമ്മിക്കുന്ന ഏതുതരം നിർമ്മിതിയും ആക്രമിക്കും എന്ന ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം രംഗത്തു വന്നതും വിവാദമായിരുന്നു. ഇത്തരം നിർമ്മിതികൾ സിന്ധു നദീജല കരാറിന്റെ ലംഘനവും പാകിസ്ഥാനെതിരായിട്ടുള്ള കടന്നുകയറ്റവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെടിയുണ്ട പായിക്കൽ മാത്രമല്ല അതിക്രമം, അതിലൊന്നാണ് ജലം തടസ്സപ്പെടുത്തൽ. അത് ദാഹവും വിശപ്പും മൂലം മരണത്തിനിടയാക്കും. കരാർ ലംഘിക്കൽ ഇന്ത്യക്ക് എളുപ്പമാകില്ല. വിഷയത്തിൽ പാകിസ്ഥാൻ ബന്ധപ്പെട്ട കക്ഷികളെ സമീപിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ ആക്രമിച്ചാൽ സമ്പൂർണമായിട്ടുള്ള തിരിച്ചടി നടത്തും എന്നും ഖ്വാജ ആസിഫ് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ ചില മേഖലകൾ ആക്രമിക്കാൻ തീരുമാനമെടുത്തതായി ചില ചോർന്നു കിട്ടിയ രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആക്രമണം സംഭവിക്കുമെന്നും ആസന്നമാണെന്നും തോന്നുന്നു. പാകിസ്ഥാനത്തിനെതിരെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കും. പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും പ്രയോഗിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം 26 മുതൽ 29 വരെ ആളുകൾ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന് തക്കതായ രൂപത്തിൽ തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വമാണ് ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകുക എന്നത്. അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം, ദൃഢനിശ്ചയം അറിയാം. അതൊക്കെ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അതിനൊന്നും എതിരെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയില്ല. മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും, അത് സംഭവിക്കും. സംസ്കൃതി ജാഗരൺ മഹോത്സവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളായിരുന്നു ഇത്. തുർക്കി പാകിസ്ഥാൻ നാവികസേനാ കപ്പലിനെ സംബന്ധിച്ച് വിദേശ മാധ്യമങ്ങളും ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് ഒറ്റുകൊടുത്തതിന്റെ പേരിൽ. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ കാക്കാക്കൂട്ടത്തെ മുഴുവനും ജയിലിൽ അടയ്ക്കാതെ, ഈ രാജ്യത്ത് നിന്ന് അവരെ കഴുകി വൃത്തിയാക്കാതെ ഒരിക്കലും ഈ രാജ്യം ഗതി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എന്തായിരുന്നാലും ഇപ്പോഴിതാ മദ്രസയിലെ മുസ്ലിം പണ്ഡിതനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഗുജറാത്തി ATS ആണ് അംബ്രേലിധാരി മദ്രസയിലെ മൗലാന മുഹമ്മദ് ഫസൽ അബ്ദുൽ അസീസ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഒരു പണ്ഡിത വേഷവും ധരിച്ച് പള്ളിയിലെ പ്രമുഖ സ്ഥാനത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് പാകിസ്ഥാനെ സഹായിക്കാനും ഈ രാജ്യത്തുള്ള പൗരന്മാരെ കൊന്നൊടുക്കാനും കൂട്ടുനിന്നാൽ അവരെയൊക്കെ ജയിലിൽ അടയ്ക്കാൻ തക്ക രൂപത്തിൽ
ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള പ്രധാനമന്ത്രി ഭരിക്കുന്ന കാലത്താണ് എന്നവർ മറന്നുപോയി. അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മൗലവി അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക വാട്സപ്പ് ഗ്രൂപ്പുകളും മൗലാനയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഉറുദുവിലും അറബിയിലും സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് എന്ന് ATS കണ്ടെത്തി. മൗലാനയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സൈബർ സെൽ സംഘം ഈ ഗ്രൂപ്പുകളെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് അഡ്മിന്മാർ കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ടെത്തി. ഈ ഗ്രൂപ്പിൽ മൗലാനയെ അംഗമായി ചേർക്കുകയായിരുന്നത്രേ. ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉള്ള ആളുകളായിരുന്നു. സന്ദേശത്തിൽ ഭൂരിഭാഗവും അറബി ഭാഷയിലായിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനിടയിൽ എന്തെങ്കിലും സന്ദേശം അയച്ചിട്ടുണ്ടോ ഇത് നോക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയോ എന്നും അറിയാൻ ATS മൗലാനയെ പ്രത്യേകം ചോദ്യം ചെയ്യുമെന്നാണ്. ഈ മദ്രസയുടെ നിർമ്മാണം നിയമപരമാണോ അല്ലയോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുപോലെ ഇനി എത്ര പേരാണ് ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അതും ATS അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനെ എല്ലാ രൂപത്തിലും പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇന്ത്യ ഇവിടെ ഉപയോഗിക്കുന്ന തന്ത്രം. സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്കിന് തടയായി. ഇതിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ രാംബനിലുള്ള ബഗലിഹാർ അണക്കെട്ടും അടച്ചു. സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ചെനാബിനു കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ബഗലിഹാർ. ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ബഗലിഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് ഇന്ത്യ തടഞ്ഞു. ഇതിന് സമാനമായ നടപടി ഝലം നദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയായ നീലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിഷൻഗംഗ ഡാമിലും സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന നദികളാണ് ചെനാബ്, ഝലം എന്നിവ. എന്നാൽ ഇത് ഒഴുകുന്നത് ജമ്മു കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ്. ഇന്ത്യക്ക് ഇവയിൽ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. 1960 ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ ഉണ്ടായിട്ടുള്ളത്. ഈ കരാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മരവിപ്പിക്കുന്നത്. ചെനാബ്, ഝലം നദിയിൽ ഒഴുകുന്ന ഈ നദികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം പാകിസ്ഥാന് ലഭിക്കാതെ വന്നാൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് അവരെ ഭാവിയിൽ കാത്തിരിക്കുന്നത്. ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുമെന്ന് പാകിസ്ഥാൻ എന്നും ഭയന്നിരുന്ന പദ്ധതികളിൽ ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ. ബഗലിഹാറും കിഷൻഗംഗയും ഇതൊക്കെ അവര് ഭയന്നിരുന്ന കാര്യങ്ങളാണ്. 2008 ബഗലിഹാർ അണക്കെട്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നത്. രണ്ടാം ഘട്ടം 2016 സിന്ധു നദീജല കരാറിന് വിരുദ്ധം തന്നെയാണ് അണക്കെട്ടിന്റെ നിർമ്മാണം എന്നാരോപിച്ച് പാകിസ്ഥാൻ പലതവണ ഇത് മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2007 തുടങ്ങി 2018 പൂർത്തിയായതാണ് കിഷൻഗംഗ അണക്കെട്ട്. ഇതിനെതിരെയും പാകിസ്ഥാൻ എതിർപ്പുമായി വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് പദ്ധതികളും മുടക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിയമപരമായി തന്നെ പരാജയപ്പെടുത്തിയതിന്റെ ചുരുക്കം ഇവർക്കുണ്ട്. ഈ രണ്ട് പദ്ധതികളും ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് തടയാൻ സാധിക്കും. അതായത് വെള്ളവും ഭക്ഷണവും സംരക്ഷണവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടും നമുക്കെതിരെ തിരിയാൻ യാതൊരു ഉളുപ്പുമില്ലാതെ അവസരങ്ങൾ കാത്തിരിക്കുന്ന പാകിസ്ഥാന് ഇത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതിനിടയിലാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ ഈ വേഷവും ധരിച്ച് ഈ രാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നന്ദി.